ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പില്ലേ, അത് വെച്ചിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാം. ഇതിനായി നമുക്ക് 1 കപ്പ് ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ നുറുക്ക് ഗോതമ്പാണ്. നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്നൊന്ന് കഴുകിയെടുത്ത ശേഷം കിച്ചൻ ടവലിൽ 10 മിനിറ്റ് നിരത്തിയിട്ടതിന് ശേഷം വറുത്തെടുത്താൽ മതിയാകും. ഉണക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ഏലക്ക കൂടി ഇട്ടിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇനി അതിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് കപ്പലണ്ടി കൂടി ഇട്ട് ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും. വറുത്തെടുത്തിട്ട് നമുക്ക് ഈ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഗോതമ്പ് ഞുറുക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആവണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ ഇതേപോലൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി ആ പാനിലേക്ക് തന്നെ ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും 5 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നന്നായി തിളച്ച് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 നൂൽ പരുവമാകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഗോതമ്പ് പൊടിയും കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് പിടിക്കാവുന്ന ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഓരോ ബോൾസാക്കി മാറ്റാം. ഒരുപാട് അങ്ങ് ചൂടാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കിതേപോലെ ബോൾസ് ആക്കാൻ പറ്റില്ല. ഇപ്പോൾ 1 കപ്പ് ഗോതമ്പും കപ്പലണ്ടിയും കൊണ്ട് ഞാൻ 9 ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സ്വീറ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.